നമസ്കാരം. നാടകീയമായ സംഭവങ്ങളായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിയ സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദച്ചാമിയെ തളാപ്പിലെ ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ നിന്നാണ് പിടികൂടിയത്. പോലീസും നാട്ടുകാരും ചേർന്നാണ് ഗോവിന്ദച്ചാമിയെ പിടിച്ചത്. നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് വീട് വളഞ്ഞത്. കൂടുതൽ വിവരങ്ങളുമായി കെ വി ബൈജു ചേരുകയാണ്. ബൈജു, ആ ആളൊഴിഞ്ഞ വീട്ടിൽ ഗോവിന്ദച്ചാമിയെ കണ്ടു, ഗോവിന്ദച്ചാമി അവിടെ ഉണ്ട് എന്നുള്ളത് ഒരുപക്ഷെ പ്രേക്ഷകരോട് ആദ്യം പറഞ്ഞത് ബൈജു ആണ്. അവിടെ എത്തിയത് നമ്മളായിരുന്നു. അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും നമുക്ക് സാധിച്ചു. അതിനുശേഷം വീണ്ടും രക്ഷപ്പെട്ടോടാനൊക്കെയുള്ള ശ്രമം ഗോവിന്ദച്ചാമിയുടെ ഭാഗത്തുനിന്നുണ്ടായെങ്കിലും പോലീസിനെ മുൾമുനയിൽ നിർത്താൻ ഗോവിന്ദച്ചാമിക്കായി. എന്നിട്ടും പോലീസ് വളഞ്ഞിട്ട് പിടികൂടുക തന്നെ ചെയ്തു. എങ്കിലും ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ ബാക്കിയാവുകയാണ്. ഇത്രയും സുരക്ഷിതമായി ജയിലിൽ നിന്ന് എങ്ങനെ ഗോവിന്ദച്ചാമി ചാടി എന്നുള്ളത്? അതെ ശ്രുതി, രാവിലെ മുൾമുനയിലായിരുന്നു എന്ന് പറയേണ്ടി വരും. പോലീസും അതുപോലെ തന്നെ നാട്ടുകാരും അത്രത്തോളം വലിയ ഒരു ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമാണ്. ഈ ഗോവിന്ദച്ചാമിക്ക് തൊട്ടരികിൽ നമ്മളെത്തിയ ഒരു സമയം 10:45 എന്ന് പറയുന്ന ആ സമയത്ത്, അത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, ആ വീട്ടിനകത്ത്, പഴയ ആളൊഴിഞ്ഞ ആ വീട്ടിനകത്ത് ഇയാൾ കയറിക്കൂടുകയും അവിടെ തെരച്ചിൽ നടത്തുന്ന സമയത്ത് ഇയാളെ കണ്ടെത്തുകയും ചെയ്യുമ്പോൾ തൊട്ട് മുന്നിലായിരുന്നു ക്യാമറാമാൻ സുമേഷ് മൊറാടിയും ഞാനും ഉണ്ടായിരുന്നത്. ആദ്യം വിളിച്ചു പറയുന്നതും നമ്മൾ തന്നെയായിരുന്നു. ഇതിനകത്ത് ഗോവിന്ദച്ചാമി ഉണ്ട് എന്ന കാര്യം. പിന്നീട് ആളും ബഹളുമായപ്പോൾ ഇയാൾ ഇതിൽ നിന്നും രണ്ടാമത്തെ നിലയിലേക്ക് കയറുകയും അവിടെ നിന്നും താഴേക്ക് ചാടി വലിയൊരു മതിൽ ചാടി പിന്നീടുള്ള അടുത്ത ഒരു വളപ്പിലേക്ക് പോയി അവിടെയുള്ള ഒരു കിണറിലാണ് ഇയാൾ ഒളിച്ചു താമസിച്ചിരുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായത്, രാവിലെ 9:30 ഇതുവഴി പോകുന്ന ഒരു യാത്രക്കാരൻ, നമ്മൾ രാവിലെ അയാളുടെ ബൈറ്റ് നമ്മൾ പ്രശ്നം ചെയ്താണ്. അദ്ദേഹമാണ് ഇത്തരത്തിൽ ഇയാളെ കണ്ടെത്തി ഇത് ഗോവിന്ദച്ചാമിയാണെന്ന് തിരിച്ചറിയുകയും എടാ ഗോവിന്ദച്ചാമി എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്തത്. പിന്നീടാണ് ഇയാൾ റോഡിലൂടെ നടന്നു പോന്ന ഇയാൾ ഈ വീട്ടിനകത്തേക്ക് കയറി കൂടിയത്. പിന്നീട് ആ വീട് നാട്ടുകാർ മൊത്തം വളഞ്ഞു വെക്കുകയും പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ നമ്മളും അവിടെ എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാര്യത്തിൽ ഒരുപാട് വീഴ്ചകൾ ജയിൽ വകുപ്പ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അത് എന്തായാലും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അത്തരം അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇയാൾക്ക് ഈ 10ാം ബ്ലോക്ക് എന്ന് പറയുന്ന അതീവ സുരക്ഷാ മേഖലയിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ സാധിച്ചു? ഒരുപാട് CCTV ക്യാമറകൾ ഒക്കെ സ്ഥാപിച്ച ഈ സ്ഥലങ്ങളിൽ ഇതൊന്നും ഇവരുടെ കണ്ണിൽപ്പെടാതെ ഇയാൾക്ക് എങ്ങനെ പുറത്തു കടക്കാൻ സാധിച്ചു? രാവിലെയാണ് 5 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ തന്നെ ഇയാൾ പുറത്ത് പോയ കാര്യം, ഇയാൾ ജയിലിനകത്ത് ഇല്ല എന്ന കാര്യം അറിയുന്നത്. പിന്നീട് 2 മണിക്കൂർ വൈകി 7 മണിക്കാണ് ഇവർ ഈ പോലീസിന് വിവരമറിയിക്കുന്നത്. അത്രയും താമസിപ്പിച്ചു. അത് കഴിഞ്ഞ് 8 മണിയോടുകൂടി എത്തിയ ഡോഗ് സ്ക്വാഡ് കൃത്യമായി ഇയാൾ ഉണ്ടായിരുന്ന ആ സ്ഥലം, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ വീട് കൃത്യമായി ഡോഗ് സ്ക്വാഡ് നീങ്ങുകയും, അതായത് ഈ ജയിലിൽ നിന്നും 5 കിലോമീറ്റർ മാറിയാണ് ആ സ്ഥലമുള്ളത്. അവിടെ നിന്നും 1/2 കിലോമീറ്റർ കടന്നാൽ റെയിൽവേ സ്റ്റേഷനായി, അതല്ല ബസ് സ്റ്റാൻഡായി, എങ്ങോട്ട് വേണമെങ്കിലും പോകാം. പിന്നീട് ഒരിക്കലും ഒരുപക്ഷെ ഇയാളെ കിട്ടാൻ പോലും സാധ്യതയില്ലാത്ത രീതിയിൽ ഇയാൾക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അതിൽ നിർണായകമായത്, അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിലെ കൂടി പോയ ഒരു യാത്രക്കാരനാണ്. അതോടൊപ്പം തൊട്ടടുത്ത കട നടത്തുന്ന ആളും ആ കിണറ്റിൽ ഒളിച്ചിരിക്കുന്നത് കണ്ടത് അയാളായിരുന്നു. അപ്പോഴേക്കും പോലീസ് ഈ ഭാഗങ്ങളൊക്കെ വളഞ്ഞിരുന്നു. പോലീസ് കൃത്യമായി ഇയാളെ പിടികൂടുന്ന സ്ഥലം കൃത്യമായി ഐഡന്റിഫൈ ചെയ്തിരുന്നു. CCTVയിൽ ഇയാൾ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ പലതും ശേഖരിച്ചിരുന്നു. ജയിൽ യൂണിഫോം ആയിരുന്നില്ല ഇയാൾക്ക് ഉണ്ടായിരുന്നത്. കറുത്ത പാന്റും അതുപോലെ തന്നെ ഷർട്ടും ഇട്ടായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. പോലീസ് പുറത്തിറക്കിയ ഫോട്ടോ, അതിൽ തികച്ചും വ്യത്യസ്തമായി താടി വെച്ച ഒരു ഗോവിന്ദച്ചാമിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഫോട്ടോയിൽ അങ്ങനെ ആയിരുന്നില്ല. ആ ഫോട്ടോയും ഗോവിന്ദച്ചാമിയും ഒരു തരത്തിലും കണ്ടെത്താൻ സാമ്യമോ ഇല്ലാത്ത രീതിയിലായിരുന്നു അതുണ്ടായിരുന്നത്. ഏതായാലും ഇതിൽ ഒരുപാട് ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ജയിൽ അധികൃതരുടെ ഭാഗത്ത് ഒത്താശ നടത്തി കൊടുത്തിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനി സഹതടവുകാർ ആരെങ്കിലും ഇയാളെ സഹായിച്ചിട്ടുണ്ടോ എന്ന കാര്യവും അറിയാനുണ്ട്. പുറത്തു നിന്നുള്ള കാര്യമായ സഹായം ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസിന്റെ ആദ്യ സൂചന ലഭിക്കുന്നത്. ഇയാളുടെ കയ്യിൽ ചില ആയുധങ്ങളൊക്കെ ഉണ്ടായി ഈ പിടികൂടുമെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ആയുധങ്ങൾ ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടി? എങ്ങനെയാണ് ഇയാൾ ഈ വൈദ്യുതി വേലി ഉണ്ടായിരുന്നു ഈ ജയിൽ മതിലിന്റെ മുകളിൽ, അത് പ്രവർത്തനരഹിതമായിരുന്നു. അതെങ്ങനെയാണ് അത്തരം ഒരു ഘട്ടമുണ്ടായത്? ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരം, ഇയാൾ ഇപ്പോൾ ആശുപത്രിയിൽ ഇയാളുടെ ആരോഗ്യ നില പരിശോധിച്ച് വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് ഇയാളെ മാറ്റാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അത്തരം നടപടികളിലേക്ക്. ഇയാളുടെ ആ വീഡിയോ പുറത്തു വന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇയാളെ തിരിച്ചറിയാൻ പോലും കഴിയില്ലായിരുന്നു. ആ കൈയുടെ ഒരു
അടയാളം എന്നതിനപ്പുറത്തേക്ക് നമ്മൾ നേരത്തെ കണ്ട പോലീസ് പുറത്തുവിട്ട ആ ഗോവിന്ദച്ചാമിയുടെ ദൃശ്യങ്ങളുമായി അല്ലെങ്കിൽ ഫോട്ടോയുമായി പുലബന്ധം പോലും ഇല്ല ഇപ്പോൾ പിടിച്ച ഗോവിന്ദച്ചാമിക്ക്. കാരണം ജയിലിൽ ഇങ്ങനെ മുടിയൊക്കെ നീട്ടി വളർത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യമൊക്കെ ബാക്കിയാകുന്നുണ്ട്. തീർച്ചയായും അശ്വതി, അത് വളരെ പ്രധാനമാണ്. ആ ഫോട്ടോയുമായി യാതൊരു ബന്ധവും ഇയാളെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ, പക്ഷേ അത് കൃത്യമായി ഒരാൾക്ക് അത് മനസ്സിലായതുകൊണ്ടാണ്, അയാൾക്ക് ഒരു സംശയം തോന്നിയതുകൊണ്ട് മാത്രമാണ് ഇയാളെ പിടിയിലാകുന്നത്. നമുക്കറിയാം, രാവിലെ ആശങ്കയുടെ മണിക്കൂറുകളായിരുന്നു. ആ പ്രദേശത്തെ അമ്മമാരും അതുപോലെ തന്നെ സ്ത്രീകളും ഒക്കെ വലിയ തോതിൽ ആശങ്കയായിരുന്നു. കാരണം അത്രത്തോളം ഇയാൾ സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടത്തുന്ന ഒരാളാണ്. ഒരു ദയയും തോന്നാത്ത രീതിയിൽ അത്രത്തോളം അതിക്രമം നടത്തുന്ന ഒരാളാണ് ഇയാൾ. അതുകൊണ്ട് തന്നെ വലിയ ഭയത്തോടെയായിരുന്നു ആ പ്രദേശം ആകെ ഉണ്ടായിരുന്നത്. അതീവ ജാഗ്രതാ നിർദ്ദേശം പോലീസ് നൽകിയിരുന്നു ആ പ്രദേശത്തെ വീട്ടമ്മമാർക്കൊക്കെ. പക്ഷേ ഈ 10:45 ഇയാൾ പിടിയിലായതോടുകൂടിയാണ് അത് വലിയ ആശ്വാസമായത്. അല്പസമയത്തിനകം തന്നെ ഇയാളെ